അടുത്ത ഒരു മുംബൈയുടെ ഇനി വരാനിരിക്കുന്ന എപ്പിസോഡിന്റെ വിശേഷങ്ങളാണ് കേട്ടോ പറയാൻ വേണ്ടി പോകുന്നത്. വൈജയന്തിയുടെയും അതുപോലെ തന്നെ ബാലചന്ദ്രന്റെയും പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ അലീനയെ കൊല്ലാൻ വരെ മടിക്കില്ല എന്നുള്ള മട്ടിലാണ് രാജീവൻ ഈ പ്രശ്നത്തിൽ ഇടപെടാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അതിന്റെ ഡീറ്റെയിൽ റിവ്യൂലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. ബാലചന്ദ്രന്റെ വീട്ടിൽ നിന്ന് വൈജയന്തി ഇറങ്ങി പോവാണ്. ഇനി ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ അലീന, ഇതില് ആരെങ്കിലും ഒരാള് മതി ഇവിടെ എന്നുള്ള മട്ടില് അമ്മ ഇറങ്ങിപ്പോയ ദേഷ്യത്തില് ബബിതയാണെന്നുണ്ടെങ്കിൽ നേരെ ചെന്ന് അലീനയുടെ അടുത്ത് പറയുന്നുണ്ട്, നീ ഒറ്റൊരുത്തി കാരണമാണ് അമ്മ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്, നിനക്ക് ഇവിടുന്ന് പൊക്കൂടെ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ അത് നീ ആദ്യം നിന്റെ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് പറ എന്ന് പറയാണേ. അദ്ദേഹം എൻ്റെ അടുത്ത് നിന്ന് ഇവിടുന്ന് പോകാൻ വേണ്ടി പറയുകയാണെങ്കിൽ ഞാൻ പൊക്കോളും എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയാലും ഈ പ്രശ്നം തീരില്ല എന്നുള്ള മട്ടിലാണ് അലീന സംസാരിക്കുന്നത്. അതേസമയം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ വൈജയന്തിയാണെന്നുണ്ടെങ്കിൽ നേരെ ചെല്ലുന്നത് ശിവന്റെ വീട്ടിലേക്കാണ്. ശിവൻ വീട്ടിലില്ലാത്തത് കൊണ്ട് തന്നെ കമലയ്ക്കാണെന്നുണ്ടെങ്കിൽ വൈജയന്തി അങ്ങോട്ട് കയറി വന്നത് അത്ര ഇഷ്ടപ്പെടുന്ന ഒന്നുമില്ല കേട്ടോ. അല്ല, നീ എന്താ ഈ സമയത്ത് വന്നതെന്നുള്ള കാര്യം കമല ചോദിക്കുന്ന സമയത്ത് ഇതെന്താ അങ്ങനെ ചോദിക്കുന്നത്, എനിക്ക് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് നേരം കാലമൊക്കെ വേണോ, ഇത് ഞാൻ ജനിച്ചു വളർന്ന വീടാണെന്നൊക്കെ പറയണേ. അങ്ങനെ ഞാൻ പറഞ്ഞതല്ല, നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് കയറി വരാം. വൈജയന്തി വീട്ടിലേക്ക് കയറി വന്നത് കമലയ്ക്ക് അത്ര ഇഷ്ടമായിട്ടൊന്നുമില്ല. പക്ഷെ ഒന്നും പറയാൻ വേണ്ടി പറ്റാത്തത് കൊണ്ട് തന്നെ വൈജയന്തി കയറി പോയതിന്റെ പിറകെ തന്നെ കമലയും ചെല്ലുന്നുണ്ട്. വൈജയന്തി വീട്ടിലെത്തിയതിനു ശേഷം കമലയുടെ അടുത്ത് വിവരങ്ങളെല്ലാം പറയുന്നുണ്ട് കേട്ടോ, അവിടെ സംഭവിച്ച കാര്യങ്ങളെ കുറിച്ചൊക്കെ. ഇനി എന്തായാലും ഞാൻ ആ വീട്ടിലേക്ക് പോകില്ല എന്നും എൻ്റെ ആങ്ങളമാര് 3 പേരും കൂടി ചേർന്നിട്ട് ഇതിനൊരു തീരുമാനമാക്കട്ടെ, അതിനുശേഷം മാത്രമേ താൻ അങ്ങോട്ടേക്ക് തിരിച്ചു പോകൂ എന്നുള്ളത് മട്ടിലാണ് വൈജയന്തി എന്നുള്ള സത്യം കമല തിരിച്ചറിയാണ്. നീ ഇങ്ങോട്ട് പോകുന്നതൊക്കെ നന്നായി, പക്ഷേ നിന്നെ തിരിച്ച് ബാലചന്ദ്രൻ അങ്ങോട്ട് വിളിക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാവില്ലേ? അലിയനെ അവിടെ നിർത്തിയിട്ട് നിന്നെ പുറത്താക്കിയത് പോലെ ആവില്ലേ? അപ്പോ എന്ത് ചെയ്യുന്നുള്ള കാര്യമൊക്കെ ചോദിക്കുമ്പോഴേക്കും വൈജയന്തി പറയുന്നുണ്ട്, അതിനാണല്ലോ എനിക്ക് തണ്ടും തടിയുള്ള 3 ആങ്ങളമാര്, അവര് 3 പേരും കൂടി ചേർന്നിട്ടാണല്ലോ അങ്ങേരുടെ തലയിൽ എന്നെ കെട്ടിവെച്ചത്. എനിക്കിഷ്ടമല്ലാതെ എന്റെ തലയിൽ 3 പേരും കൂടി ചേർന്നിട്ട് കെട്ടിവെച്ചതല്ലേ, അതുകൊണ്ട് അവർ തന്നെ ഇനി തീരുമാനിക്കട്ടെ എന്ന മട്ടിലാണ് വൈജയന്തി വീട്ടിൽ വന്ന് നിൽക്കുന്നതൊന്നും നമ്മുടെ കമലയ്ക്ക് അത്ര ഇഷ്ടമല്ലെങ്കിൽ പോലും ഒരു കുടുംബം തകരുന്ന കാര്യമല്ലേ, അതാവുമ്പോൾ ചെറിയ സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. എന്തായാലും നീ വന്ന കാലിൽ നിൽക്കാതെ പോയിട്ടൊന്ന് ഫ്രഷപ്പ് ഒക്കെ ആയിട്ട് വല്ലതും കഴിക്കാൻ വേണ്ടി നോക്കുക എന്ന് പറയണം. അങ്ങനെ ബാഗും പെട്ടിയൊക്കെ എടുത്തിട്ട് റൂമിലേക്ക് പോകുന്നുണ്ട് വൈജയന്തി. അത് കഴിഞ്ഞ് ഉടനെ തന്നെ കമല ശിവനെ വിളിച്ചിട്ട് കാര്യം അറിയിക്കുകയാണേ. നടന്ന സംഭവങ്ങൾ മാത്രമല്ല, വൈജയന്തിയെ വീട്ടിൽ തനിക്ക് നിർത്താൻ വേണ്ടിയിട്ട് തീരെ താല്പര്യമില്ല എന്നുള്ള കാര്യം കൂടി ശിവന്റെ അടുത്ത് കമല പറയുന്നുണ്ട്. ഇനി അവളെയും കൂടി ഇവിടെ സഹിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റില്ല. നീ എന്താ കമല അങ്ങനെ പറയുന്നത്, ഇത് അവളുടെയും കൂടി വീടല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എങ്ങനെ അവളുടെ വീടാവുന്നത്? കല്യാണം കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭർത്താവിന്റെ വീടാണ് ഭാര്യയുടെ വീട്. അവിടെ ചെറിയ പ്രശ്നങ്ങളൊക്കെ സാധാരണയായിട്ടുണ്ടാവും എന്ന് കരുതിയിട്ട് ഓടിച്ചാടിയിട്ട് ഇങ്ങോട്ട് വരാണോ വേണ്ടത്? എത്രയും വേഗം തന്നെ അവളെ തിരിച്ച് ബാലചന്ദ്രന്റെ വീട്ടിലേക്ക് തന്നെ പറഞ്ഞു വിടാനുള്ള വഴി ശിവേട്ടൻ നോക്കണം എന്നുള്ള കാര്യമാണ് കേട്ടോ കമല പറയുന്നത്. രാജീവൻ എന്തായാലും നാട്ടിലെത്തിയിട്ടുണ്ട്, ഉടനെ തന്നെ അവനെ വിളിച്ചിട്ട് കാര്യം പറയണം, എന്നിട്ട് അവളുടെ കാര്യത്തിൽ ഉടനെ തന്നെ തീരുമാനം ഉണ്ടാക്കണമെന്ന് കമല ശിവന്റെ അടുത്ത് പറയാണ്. ശരി, ഞാൻ എന്തായാലും രാജീവിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ അറിയിക്കുക എന്ന് പറഞ്ഞിട്ട് ശിവൻ ഫോൺ വെക്കാണ് കേട്ടോ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് രേവതിക്കുട്ടിയെ വിളിച്ചിട്ട് ആൻസി ഷെറിന്റെ കുഞ്ഞിനെ തിരുവനന്തപുരത്തുള്ള ഒരു ഓർഫനേജിൽ കൊണ്ടാക്കി എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. കൂടുതലായിട്ട് എന്തെങ്കിലും വിവരം കിട്ടുവാണെന്നുണ്ടെങ്കിൽ ചേച്ചി എന്നെ വിളിച്ച് അറിയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് രേവതിക്കുട്ടി ഫോൺ വെക്കുന്നത്. അത് കഴിഞ്ഞ് നേരെ മാമച്ചായന്റെയും അതുപോലെ തന്നെ ഗ്രേസിയമ്മയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. ആൻസി ചേച്ചി വിളിച്ചിട്ട് ഷെറിൻ ചേച്ചി തിരിച്ചു വന്ന സമയത്ത് കുഞ്ഞിനെ കൊണ്ടാണ് വന്നതെന്നും ആ കുഞ്ഞിനെ തിരുവനന്തപുരത്ത് ഒരു ഓർഫനേജിലാണ് ആക്കി എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് പറയാണ്. ഇത് കേട്ട ഉടനെ തന്നെ ഏത് ഓർഫനേജിലാണ് എന്നും നമുക്ക് പോയി അന്വേഷിച്ചാലോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇപ്പോ തിരുവനന്തപുരത്താണെന്നുള്ള വിവരം മാത്രമേ അറിയാൻ വേണ്ടി പറ്റിയിട്ടുള്ളൂ, ബാക്കി വിവരങ്ങളൊക്കെ നമുക്ക് അന്വേഷിച്ച് കണ്ടെത്തണം എന്നുള്ള കാര്യം പറയാണേ. തിരുവനന്തപുരത്ത് കഴക്കൂട്ട് നിന്നാണല്ലോ നിന്നെ ഞങ്ങൾ കൊണ്ടുവന്നത്, അതുകൊണ്ട് തന്നെ അവിടെ വിളിച്ചിട്ട് കൂടുതലായിട്ട് വിവരങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ വേണ്ടി പറ്റുമായിരിക്കും. അത് കഴിഞ്ഞ് നമ്മുടെ ശിവേട്ടൻ പറഞ്ഞതനുസരിച്ച് രാജീവ് വൈജയന്തിയുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് കൊല്ലപ്പള്ളിയിലേക്ക് എത്തുന്നുണ്ട്. രാജീവ് വീട്ടിലെത്തിയതിന് ശേഷം ശിവേട്ടൻ വിളിച്ചിരുന്നു എന്നും കാര്യങ്ങളെ കുറിച്ചൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു എന്നുള്ള കാര്യം കൂടി അറിയിക്കുകയാണ്. ആ സമയത്ത് വൈജയന്തി പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല കേട്ടോ. കമലയാണ് രാജീവിന്റെ അടുത്ത് കുറച്ചുകൂടി കാര്യങ്ങൾ പറയുന്നത്. ബാലചന്ദ്രൻ വൈജയെ തീരെ അടുപ്പിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് കേട്ടോ പറയുന്നത്. അത് കേൾക്കുമ്പോഴേക്കും വൈജയന്തി പറയുന്നുണ്ട്, ബാലചന്ദ്രൻ എന്തുകൊണ്ടാണ് എന്നെയും എൻ്റെ മകളെയും ഒന്നും അടുപ്പിക്കാത്തെന്നുള്ള കാര്യം അറിയില്ല, അദ്ദേഹത്തിന് ഇപ്പോ അവള് മാത്രം മതി എന്നുള്ള കാര്യം പറയാണേ. എന്തിന് ഞാനും എൻ്റെ മകളും റൂമിലേക്ക് പോകുന്നത് പോലും ബാലചന്ദ്രൻ ഇഷ്ടമല്ല
എല്ലാത്തിനും അലീന മാത്രം മതി അയാൾക്ക്, പിന്നെ ഞാൻ എന്തിനാ അവിടെ നിൽക്കുന്നതെന്നുള്ള കാര്യമൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. തുടർന്ന് കമല പറയുന്നുണ്ട്, ഇങ്ങനെ പോയാൽ എന്തായാലും ശരിയാവില്ല രാജീവ, ഉടനെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം. കമല പറയുന്നത് കേട്ട രാജീവനാണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട്, എന്തിനും ഞാൻ തയ്യാറാണ്, തല്ലാനാണെങ്കിൽ തല്ലാൻ, ഇനിയിപ്പോ കൊല്ലാനാണെങ്കിൽ കൊല്ലാൻ. ഈ കാര്യം കേട്ടിട്ട് നമ്മുടെ വൈജയന്തി ആണെന്നുണ്ടെങ്കിൽ രാജീവനെ നോക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതിന്റെ ഇടയ്ക്ക് കമല പറയുന്നുണ്ട്, കൊല്ലൊന്നും വേണ്ട, എത്രയായാലും വൈജയുടെ ഭർത്താവല്ലേ ബാലചന്ദ്രൻ, എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല, എന്തായാലും വൈജയ്ക്ക് ഇനി ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാൻ വേണ്ടി പാടില്ല. എന്തായാലും ഞാൻ ചെന്നിട്ട് ബാലചന്ദ്രന്റെ അടുത്തൊന്ന് സംസാരിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം. തൽക്കാലം വൈജ അങ്ങോട്ട് പിണങ്ങി വന്ന കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹമാണെങ്കിൽ സുഖമില്ലാതെ കിടക്കും കൂടിയല്ലേ, സംസാരിച്ചതിന് ശേഷം എന്താണ് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ള കാര്യം ഞാനും നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രാജീവൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ബാലചന്ദ്രന്റെ വീട്ടിലേക്കാണ് അവിടെ ചെല്ലുന്നത്. അതേസമയം അലീനയാണെന്നുണ്ടെങ്കിൽ മുത്തശ്ശിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ മൊത്തത്തിൽ താറുമാറായിട്ട് ഇങ്ങനെ കിടക്കുന്നത് പോലെയാണ്. മാഡം ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഇനിയിപ്പോ മാഡം ഞാൻ പോയാൽ മാത്രമേ തിരിച്ചു വരുള്ളൂ എന്നുണ്ടെങ്കിൽ ഞാൻ പോകാൻ വേണ്ടിയിട്ട് തയ്യാറാണ്. പിന്നെ സാർ ഇവിടെ എന്തൊക്കെയാ കാണിച്ചു കൂട്ടാന്നുള്ള കാര്യം അറിയില്ല, ഒരുപക്ഷെ സാറും ഈ വീട് വിട്ടു പോകും എന്നുള്ള ഒരു ഭയം എനിക്കുണ്ടെന്നൊക്കെ പറഞ്ഞ് ആ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്താണ് കേട്ടോ അങ്ങോട്ടേക്ക് രാജീവന്റെ വരവ്. അലീനയാണ് ചെന്നിട്ട് ഡോറ് തുറക്കുന്നത്. ആരാന്നുള്ള കാര്യം മനസ്സിലാവാതെ അലീന ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ബബിത വരുന്നുണ്ട്. ആ അങ്കിൾ കയറി വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സ്വീകരിച്ച് ഉള്ളിലേക്ക് കയറ്റുന്നൊക്കെ ഉണ്ട്. രാജീവങ്കിൾ എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ ബബിത വിളിച്ചത്, അതുകൊണ്ട് തന്നെ ആരാണെന്നുള്ള കാര്യം നമ്മുടെ അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അവര് സംസാരിക്കട്ടെ എന്നുള്ള മട്ടില് മുത്തശ്ശിക്ക് അരികിലേക്ക് പോവാണ് കേട്ടോ ചെയ്യുന്നത്. അലീന അങ്ങനെ പോകുമ്പോഴേക്കും ബബിതയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇവളാണോ അലീന എന്നുള്ള കാര്യം. അതേ അങ്കിളെ എന്നുള്ള കാര്യം അലീന പറയുന്നുണ്ട്. ആദ്യം ഞാൻ എന്തായാലും ബാലചന്ദ്രൻ ഒന്ന് കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ കാണാൻ വേണ്ടിയിട്ട് രാജീവ് അങ്ങ് പോകുന്നുണ്ട്. അലീനയുടെ പേരെടുത്ത് ചോദിച്ചതുകൊണ്ട് തന്നെ അലീനയാണെങ്കിൽ നേരെ മുത്തശ്ശിയുടെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട് രാജീവ് വന്നോ എന്നുള്ള കാര്യം. അവൻ എവിടെ പോയി മോളെ, എവിടെ ഉള്ളതെന്നുള്ള കാര്യം മുത്തശ്ശി ചോദിക്കുമ്പോഴേക്കും സാറിനെ കാണാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ള കാര്യം അലീന മുത്തശ്ശിയെ അറിയിക്കുന്നുണ്ട്. ബാലചന്ദ്രന്റെ അരികിലേക്ക് ചെന്ന രാജീവ് ആണെന്നുണ്ടെങ്കിൽ ബാലചന്ദ്രന്റെ അടുത്ത് ദേഷ്യത്തിൽ നിന്നുള്ള മട്ടിലാണ് ഇവിടെ സംസാരിക്കുന്നത്. ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, ഒരു കുടുംബമാകുമ്പോൾ എങ്ങനെയൊക്കെ പോയാൽ മതിയോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ എന്റെ കുടുംബം എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം, അതിൽ വേറെ ആരും കയറി ഇടപെടേണ്ട കാര്യമില്ല എന്നുള്ള കാര്യം. അങ്ങനെ രാജീവൻ പറയുന്ന കാര്യങ്ങൾക്കൊന്നും ബാലചന്ദ്രന് പ്രത്യേകിച്ച് മറുപടിയൊന്നും കൊടുക്കാൻ താല്പര്യമില്ലാത്ത മട്ടിലാണ് കേട്ടോ സംസാരിക്കുന്നത്. അവസാനം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, 20 വർഷമായിട്ട് ഞാനിവിടെ എല്ലാം സഹിച്ചിട്ടാണ് ജീവിക്കുന്നത്, ഇനി കുറച്ച് അവരെടുത്ത് സഹിക്കാൻ വേണ്ടി പറ എന്നാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ രാജീവിന്റെ അടുത്ത് കൂടുതലായിട്ട് തനിക്ക് സംസാരിക്കാനൊന്നുമില്ല എന്നുള്ള മട്ടില് രാജീവിനെ റൂമിൽ നിന്ന് ഇറക്കി വിടാണ് കേട്ടോ ബാലചന്ദ്രൻ ചെയ്യുന്നത്. തുടർന്ന് രാജീവനാണെങ്കിൽ നേരെ അമ്മയ്ക്ക് അരികിലേക്കാണ് കേട്ടോ ചെല്ലുന്നത്. അമ്മ ഇവിടെ ഇല്ലേ താമസിക്കുന്നത്, അറ്റ്ലീസ്റ്റ് അമ്മയ്ക്ക് ബാലചന്ദ്രൻ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൂടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ എന്ത് പറഞ്ഞ് മനസ്സിലാക്കാനാണ്, ഞാൻ എന്തെങ്കിലും പറഞ്ഞ എന്റെ മകള് കേൾക്കോ, എന്നിട്ടല്ലേ പിന്നെ അവന്റെ അടുത്ത് അവന്റെ വീട്ടിൽ എന്ത് നടക്കണ്ട എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത് അവനല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും എങ്ങനെയും ആ പെണ്ണിനെ ഇവിടെ നമ്മയ്ക്ക് പറഞ്ഞു വിട്ടൂടെ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് രാജീവ്. ഞാൻ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ആ കുട്ടിയാണെങ്കിൽ ഇവിടുന്ന് പോകാൻ തയ്യാറാണ്, പക്ഷെ ബാലചന്ദ്രൻ ആ കുട്ടിയെ വിടില്ല എന്നുള്ള മട്ടിലാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത്. എന്തായാലും അലീന ഇവിടുന്ന് പോയാൽ മാത്രമേ വൈജയന്തി തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുള്ളൂ. ആ പെണ്ണ് കാരണം ഇവരുടെ ദാമ്പത്യം നശിക്കുന്നതാണോ അമ്മയ്ക്ക് കാണണ്ടേ എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും അലീനയെ ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രാജീവൻ നേരെ ചെല്ലുന്നത് അലീനയ്ക്ക് അരികിലേക്കാണേ. അലീനയ്ക്ക് അരികിലേക്ക് ചെന്നിട്ട് രാജീവ് ആദ്യം തന്നെ പറയുന്നത്, നീ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് ഇറങ്ങിപ്പോണോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ്. ഇത് കേട്ട അലീനയാണെങ്കിൽ താൻ പോവാൻ വേണ്ടി റെഡിയാണ് എന്നും, പക്ഷേ സാറ് നീ അങ്ങനെ ആരുടെയും വാക്കൊന്നും കേൾക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല, ഞാനാണ് നിന്റെ അടുത്ത് പറയുന്നത് ഇപ്പൊ തന്നെ ഇറങ്ങണോ എന്നുള്ള കാര്യം. പിന്നെ നീ ഇവിടുന്ന് പോകാൻ വേണ്ടി തയ്യാറല്ല എന്നുണ്ടെങ്കിൽ നിനക്ക് എന്നെ കുറിച്ചിട്ട് നന്നായിട്ട് അറിയില്ല. ഇനി തല്ലാനാണെങ്കിലും അതുപോലെ തന്നെ നിന്നെ അങ്ങ് തീർത്ത് കളഞ്ഞു കഴിഞ്ഞാലും ആരും എന്നോട് ചോദിക്കാൻ പോലും വരില്ല. അലീന ആദ്യം ഒന്ന് ജസ്റ്റ് പേടിക്കുന്നുണ്ടെങ്കിൽ പോലും അലീനയാണെങ്കിൽ തിരിച്ച് രാജീവിന്റെ അടുത്ത് പറയുന്നുണ്ട്, സാർ അങ്ങനെ എന്നെ കൊല്ലാന്നൊന്നും പറഞ്ഞിട്ട് പേടിപ്പിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, എനിക്ക് അങ്ങനെ ആ കാര്യത്തിലൊന്നും ഒരു ഭയമുള്ള ആളല്ല. ഓഹോ നീ അത്രയ്ക്കായോ, നിന്നെ ഞാൻ എന്ന് പറഞ്ഞിട്ട് അലീനയ്ക്ക് നേരെ കൈ ഒങ്ങാണ് രാജീവ് ചെയ്യുന്നത്. ആ സമയത്ത് ആ ശബ്ദമെല്ലാം കേട്ടുകൊണ്ട് ബാലചന്ദ്രൻ അങ്ങോട്ടേക്ക് വന്നിട്ട് രാജീവ് എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ വിളിക്കാണ് കേട്ടോ ചെയ്യുന്നത്. നീ അവളുടെ ദേഹത്ത് കൈവയ്ക്കാൻ മാത്രമായോ, നീ എന്നല്ല ഈ ലോകത്ത് ആര് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും അവള് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവില്ല. ഇനി അവളെങ്ങാനും ഇറങ്ങി പോകുന്നുണ്ടെങ്കിൽ കൂടെ ഞാനും ഈ വീടിന്റെ പടി ഇറങ്ങും എന്നുള്ള ബാലചന്ദ്രൻ പറയാനോട്ടോ ചെയ്യുന്നത്. ഇത് കേട്ടിട്ട് പിന്നെ ഒരു നിവൃത്തിയില്ല എന്നുള്ള മട്ടില് ഇങ്ങനെ നിൽക്കുവാണ് രാജീവ് ചെയ്യുന്നത്.